റഹീം എം പിയോട് റഹീം കേരളത്തോട് അനീതി കാണിച്ചു, കേരളത്തോട് നീതി കാട്ടിയില്ല തുടങ്ങിയ പരാതികളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആന്ധ്രാപ്രദേശിന് അല്ലെങ്കിൽ ബീഹാറിന് കിട്ടുന്ന പരിഗണന സ്വാഭാവികമായിട്ട് കേരളത്തിന് കിട്ടില്ലല്ലോ. ഈ സർക്കാരിനെ നിലനിർത്തുന്നത് ആന്ധ്രാപ്രദേശും ബീഹാറുമാണ്. അല്ല, ബി ജെ പിയുടെ ഒരു പ്രചരണം കൂടി ഇന്ന് തകരുകയാണ്. കേരളത്തോടുള്ള ബി ജെ പിയുടെ ഏറ്റവും വലിയ വെറുപ്പ് അത് മലയാളികളോടും കേരളത്തോടുമുള്ള വെറുപ്പാണ്. ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കേരളത്തെയും കേരളീയരെയും ബി ജെ പി കാണുന്നതെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഈ ബഡ്ജറ്റ്. അതെന്തെന്നാൽ ഇത്രയും കാലം ഇവർ നടത്തിയിരുന്നൊരു പ്രൊപ്പഗാൻഡ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ മന്ത്രിമാരില്ലാത്തത് കൊണ്ട്, കേരളത്തിൽ നിന്നുള്ള ഇലക്റ്റഡ് പേഴ്സൺസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ലാത്തത് കൊണ്ട്, ബി ജെ പിയുടെ പ്രതിനിധികളായി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? അപ്പോൾ എന്തു കൊടുത്തിട്ടും കാര്യമില്ല. മലയാളികളെ അവർ കേരളത്തെയും ഒരു രണ്ടാം നിരക്കാരായി കാണുന്നു എന്ന വളരെ ദുസ്സൂചനയുള്ളൊരു ബഡ്ജറ്റാണിത്. അത് കേരളത്തോട് മാത്രമല്ല, ഈ വളരെ വ്യക്തമായി നമ്മളിന്ന് ബഡ്ജറ്റ് നോക്കിയാൽ മനസ്സിലാകും, ഇത് ബീഹാർ ആന്ധ്ര ബഡ്ജറ്റായി ഇത് മാറിയിരിക്കുകയാണ്. തൻ്റെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി വളരെ സങ്കുചിത മനോഭാവത്തോടു കൂടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അത് ഇന്ത്യയുടെ ഫെഡറൽ പ്രിൻസിപ്പിളിനെതിരാണ്, ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്. ഇങ്ങനെയൊരു ബഡ്ജറ്റും ഇത്തരമൊരു സമീപനവും ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്യപൂർവങ്ങളിൽ അപൂർവമാണ്. മറ്റൊന്ന്, കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് ഇവിടെ സജീവമായി ചർച്ച ചെയ്യേണ്ടത് ഞാൻ എന്താണ് യുവജനങ്ങളോടുള്ളവരുടെ സമീപനം. രാജ്യത്താകെ തൊഴിലില്ലായ്മ അത് രൂക്ഷമാണ്. 78.5 ലക്ഷം തൊഴിലുകൾ പ്രതിവർഷം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് ധനകാര്യ ഇവിടെ ഇന്നലെ വളരെ കൃത്യമായി തന്നെ നമ്മുടെ റിപ്പോർട്ട് വരുന്നു. അങ്ങനെ ഫിനാൻസ് റിപ്പോർട്ട് വന്നതിന് ശേഷവും എങ്ങനെയാണ് അതിനെ അവർ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിച്ചേക്കാവുന്ന തൊഴിൽ രംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ച് റിപ്പോർട്ട് കൃത്യമായി വാചാലമാകുന്നു. പക്ഷേ അതിനെക്കുറിച്ചും ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല. എന്ത് തൊഴിലവസരമാണ്? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയുന്നിടത്ത് ഗവൺമെൻറ് സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്? ഇൻറ്റേൺഷിപ്പാണ്. ഇൻറ്റേൺഷിപ്പും ഇൻസെൻറ്റീവുമാണ് ഇന്ത്യയിലെ യുവതി യുവാക്കൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് അല്ലല്ലോ വേണ്ടത്, ഇൻസെൻറ്റീവ് അല്ലല്ലോ വേണ്ടത്. മാന്യമായി ജീവിക്കാനുള്ള തൊഴിൽ അവസരങ്ങളാണല്ലോ സൃഷ്ടിക്കേണ്ടത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? മുദ്രാ വായ്പയെക്കുറിച്ച് ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ വാചാലമാകുന്നത് കേട്ടു ഞാൻ വരുമ്പോൾ. മുദ്രാ വായ്പയെക്കുറിച്ച് പറയുന്നത് 10ൽ നിന്ന് 20ലേക്ക് ആക്കിയെന്ന് പറയുന്നത് ആർക്കാണ്? ഏറ്റവും മികച്ച നിലയിൽ അത് അടച്ചു തീർക്കുന്നവർക്ക് എന്നാണ്. അത് അടച്ചു തീർത്ത് ബാക്ക് ഹിസ്റ്ററി ഉള്ളവർക്കാണ്. അങ്ങനെയാണ്, അല്ല ഫ്രഷേഴ്സിനല്ല അത് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ നികത്തുമോ? പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പുതുതായിട്ട് ആരംഭിക്കുന്നത് പോകട്ടെ, നിലവിലുള്ളത് വിൽക്കാതിരിക്കുമോ? എന്താണ് നിങ്ങളുടെ പോളിസി? ഒന്നും പറയുന്നില്ല. ഇപ്പം രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മയെക്കുറിച്ച്, കർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. തൊഴിലാളികളുടെ ആശങ്ക ഒന്നും പറയുന്നില്ല. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തോട് അങ്ങേയറ്റത്തെ ശത്രുതാപരമായ സമീപനം ഈ ബഡ്ജറ്റിലും തുടരുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ N.K. പ്രേമചന്ദ്രൻ എം പി ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഈ ഫ്ലഡ്, അതോടൊപ്പം തന്നെ വരൾച്ച നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളല്ലേ? എന്തിനാണ് കേരളത്തെ ഇങ്ങനെ നിങ്ങൾ പടിക്ക് പുറത്തിടുന്നത്? ഇത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് അതിരൂക്ഷമായ പ്രതികരണങ്ങൾ ഉയർന്നു വരികയാണ്. ഇന്ന് രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുകയും വാക്കൗട്ട് എടുക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ കേരളത്തോടുള്ള തികഞ്ഞ അവഗണനയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് നടത്തി. ഒഡീഷയിൽ നിന്ന് BJD ഇതിനെതിരെ ശക്തമായി, അവർ വാക്കൗട്ട് നടത്തിയില്ല, ശക്തമായ പ്രതിഷേധം രാജ്യസഭയിൽ ഉയർത്തുന്നുണ്ടായിരുന്നു. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഇന്ന് ലോക്സഭയ്ക്കകത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്തി. ഇങ്ങനെ ഒരു സമീപനം പാടുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല. തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് ഇൻഫ്ലേഷനെ